ബഡ്തി കാ നാം സിന്ദഗി. ഇത് പണ്ട് ആക്സിസ് ബാങ്കിൻ്റെ പരസ്യവാചകമായിരുന്നു. അതായത് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ഇത്രയേ ഉള്ളൂ: ജീവിതം എന്നാൽ പുരോഗതിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പുരോഗതി നേടി? ഇനി വലിയ പുരോഗതികളൊന്നും നേടിയിട്ടില്ല എങ്കിൽ ഇന്നെങ്കിലും ലൈഫിലൊരു മാറ്റം ഉണ്ടാകണം. ഇന്ന് മുതൽ ഒരു മാറ്റം ഉണ്ടാകണം. അടുത്ത 5 വർഷത്തിന് ശേഷം നമ്മുടെ ലൈഫിൽ ഇന്ന് കാണുന്നതിൽ നിന്ന് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് നമുക്കുണ്ടാകണം. സോ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഇന്ന് ഈ ദിവസം മുതൽ നമ്മളൊരു ചേഞ്ചിന് തയ്യാറായെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഈ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആൾക്കാർ 10-75 വർഷമൊക്കെ ഒരേ ജോലി ചെയ്ത് ഒരേ ജീവിതം ജീവിച്ചിട്ട് പറയും, ഞങ്ങൾ കുറേ ജീവിച്ചു കേട്ടോ, ഞങ്ങൾക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറയെ ഉപദേശിക്കാൻ വരുന്ന ഒരു കോമഡി നമ്മൾ കാണാറുണ്ട്. ഈ 75 വർഷം ഒരേ ജീവിതം ജീവിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചില്ല, പുതിയ തലമുറയ്ക്ക് ഉണ്ടാകാൻ സാധിക്കുകയും ചെയ്യരുത് എന്ന നിലയിലാണ് നിങ്ങളുടെ ഉപദേശമെങ്കിൽ നിങ്ങളുടെ ഉപദേശത്തിന് യാതൊരുവിധ വാല്യൂ തരേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ എന്തായിരുന്നോ അതിൽ നിന്നും ഒരു വർഷം കഴിയുമ്പോൾ, അതായത് കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ എന്തായിരുന്നോ അതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ഞാൻ ആണ് ഇന്ന് എങ്കിൽ എൻ്റെ ജീവിതം പുരോഗതിയിലാണെന്ന് പറയാം. ആശയപരമായി അല്ലെങ്കിൽ സോഷ്യലി ഞാൻ മെച്ചപ്പെട്ടു, ഞാൻ സാമ്പത്തികമായി മെച്ചപ്പെട്ടു എങ്കിൽ നമുക്ക് പറയാം ഒരു വർഷം കൊണ്ട് ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചില എക്സ്പീരിമെൻറ്റ്സ് ഞാൻ ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാം. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് ഞാൻ വന്നു. സോ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതമായിരിക്കണം അടുത്ത വർഷം, അല്ലെങ്കിൽ അടുത്ത മാസം, അടുത്ത ദിവസം. സോ ഓരോ ദിവസവും ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ ലോകം. അല്ലാതെ 75 കൊല്ലം ഒരേ ജീവിതം ജീവിച്ചിട്ട് ഞങ്ങൾ കുറേ ഓണം ഉണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്, ഞങ്ങളുടെ പ്രായത്തെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ വെറും പൊട്ടന്മാരും പ്രായമാകാറുണ്ട്. അതായത് 75 വർഷം ജീവിച്ചു, 100 വർഷം ജീവിച്ചു ഒരേ ജീവിതം ജീവിച്ചു എന്നതല്ല. ആ ജീവിതത്തിൽ 10 വർഷമെങ്കിൽ 10 വർഷം നിങ്ങൾ എന്ത് ചെയ്തു, അത് മറ്റുള്ളവർക്ക് എന്ത് മാതൃകയാണ്. അതാണ് ജീവിതത്തെ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഇൻസ്പയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷണലായിട്ട് നമ്മൾ ജീവിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. ഞാൻ ഡോക്ടർ സോണി മണിരുതൻ, ഇന്ത്യസ് ഫസ്റ്റ് ഡ്രീം പ്ലാനർ. Join our Dream Planner community. Change your life. Life never be the same again.